നമസ്കാരം. പാലക്കാട് മണ്ണാർക്കാട് നടന്ന ഒരു അനുമോദന യോഗത്തിൽ മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ കെ.ടി. ജലീൽ നടത്തിയ ഒരു പ്രഹസനം അത് വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ വഴിവെച്ചിരിക്കുകയാണ്. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താണോ എനിക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അനുമോദന ചടങ്ങായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ, എല്ലാ വിഷയങ്ങൾക്കും A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള അനുമോദന യോഗമായിരുന്നു എന്ന് പ്രത്യേകിച്ച് ഓർക്കണം. അവിടെ വെച്ച് ചില കുട്ടികളെ കൊണ്ട് ചില സ്പെല്ലിങ്ങുകൾ പറയിക്കുകയും അഡ്രസ്സ് എഴുതാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അഡ്രസ്സ് എഴുതുന്നതിൽ തെറ്റ് സംഭവിക്കുന്ന കുട്ടിയെ അടുത്ത് വിളിച്ച് അതിൻ്റെ ചെവിയിൽ നുള്ളുന്നുണ്ട്. കുട്ടികളെ പരസ്യമായി ശകാരിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. കുട്ടികളോട് അതെന്താണ് ഇതെന്താണെന്നൊക്കെ എഴുന്നേറ്റ് നിർത്തി ചോദിക്കുന്നുണ്ട്. രവി കുലാർന്ന് എഴുതിക്കുന്നത് എന്താ? ഈ വക കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു. ഒരുപാട് വിമർശനങ്ങൾ അതിനെതിരെ ഉയർന്നു. അദ്ദേഹം അതിന് ന്യായീകരണവുമായിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കുട്ടികളെ കാണുമ്പോൾ എന്നിലെ പൊതുപ്രവർത്തകനല്ല, ആദ്യം ഉണരുന്നത് എന്നിലെ അധ്യാപകനാണെന്നാണ്. 12 വർഷത്തോളം കാലം ഞാൻ കോളേജ് അധ്യാപകനായിരുന്നു. ഈ ഉള്ളവനൊരു കോളേജ് അധ്യാപകനായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവർ ആയിരിക്കാം ചിലപ്പോൾ എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ ന്യായീകരിച്ചത്. ഇനി എങ്ങനെയൊക്കെ മെഴുകിയാലും എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒരു കാരണവശാലും തിരുത്താൻ കഴിയാത്ത ഒരു വിവരദോഷമാണ്, ന്യായീകരിക്കാൻ ഒരു കാലത്തും പറ്റാത്ത ഒരു തെറ്റാണ് ഈ കെ.ടി. ജലീൽ എന്ന മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയ്തത്. നമുക്കറിയാം, ഇപ്പോഴത്തെ കുട്ടികളുടെ, നമ്മളുടെ കാലത്തൊക്കെ ഉള്ളവരുടെ പിന്നെയും നമുക്ക് സമാധാനിക്കാം. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടി ഫാസ്റ്റാണ്. വികാരങ്ങളുടെ കാര്യത്തിലും അവ ഉള്ളിലേക്ക് ആർജിക്കുന്നതിൻ്റെ കാര്യത്തിലുമൊക്കെ അവർ കുറേ കൂടി ഫാസ്റ്റാണ്. പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ ഫീൽ ചെയ്യും. കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകുന്നതിന് മുൻപ്, എന്തിനായിരുന്നു ശിക്ഷ എന്ന് മനസ്സിലാകുന്നതിന് മുൻപ്, മനസ്സിലാക്കാൻ മെനക്കെടുന്നതിന് മുൻപ് അവർ റിയാക്ട് ചെയ്തിരിക്കും. അവരുടെ റിയാക്ഷനൊക്കെ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും. ചിലപ്പോൾ ഈ വിമർശിക്കുന്ന മുതിർന്നവരെ ഉപദ്രവിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്വയം ഉപദ്രവിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്വയം ജീവൻ ഒടുക്കിക്കൊണ്ടൊക്കെ ആയിരിക്കും ഈ കുട്ടികൾ അതിനോട് പ്രതികരിക്കുന്നത്. അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വാർത്തകളൊക്കെ ഒരുപാട് വരാറുണ്ട്. കുട്ടികളോട് പോയിരുന്ന് പഠിക്കട എന്ന് ഉറച്ചു പറഞ്ഞതിൻ്റെ പേരിൽ കഥ കടച്ച് ജീവൻ ഒടുക്കിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു ജനറേഷനാണ്. ആ തലമുറയെ, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽപ്പെട്ട കുട്ടികളെ ഒരു മുൻ കോളേജ് അധ്യാപകൻ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണ്ടിയിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ചോദിക്കും, കുട്ടികൾ തെറ്റുവരുത്തിയാൽ തിരുത്തണ്ടേ? ആ തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണണോ? ഒരു മുതിർന്ന അധ്യാപകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മുതിർന്ന സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്തത് ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം. ശകാരിക്കണം, ചെവിയിൽ നുള്ളേണ്ട സമയത്ത് ചെവിയിൽ നുള്ളണം, ആ തിരുത്തേണ്ട സമയത്ത് തിരുത്തണം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ എവിടെ വെച്ച് അത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നതിലാണ് കാര്യം. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവം എടുത്ത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഒരു കുട്ടിയോട് ക്ലാസ് റൂമിൽ വെച്ച് വാട്ട് ഈസ് യുവർ ഫാദർ, വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. കുട്ടി മിണ്ടാതെ നിൽക്കുന്നു. കുട്ടിക്ക് ഒരു പക്ഷേ അതിന് ഉത്തരം അറിയാമെങ്കിലും എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ് എന്ന് പറയാനുള്ള ആ പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വതയില്ലായ്മ കൊണ്ടുള്ള മടി കൊണ്ടായിരിക്കാം കുട്ടി ചിലപ്പോൾ പ്രതികരിക്കാതിരുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ ആ കൗമാരക്കാരിയുടെ പ്രായം, അല്ലെങ്കിൽ അവളുടെ മനസ്സിലുണ്ടാകുന്ന വ്യവഹാരങ്ങൾ, ഇതൊന്നും മനസ്സിലാക്കാതെ വളരെ ഒരു വലിയ വിവരദോഷമാണ് അവിടുത്തെ തമിഴ്നാട്ടിലെ മന്ത്രി കാണിച്ചത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ വലിയൊരു വിവരദോഷമാണ്. അബദ്ധം എന്ന് പറഞ്ഞു പോലും നമുക്കിതിനെ ചെറുതായിട്ട് കാണാൻ പറ്റില്ല. വലിയൊരു തെറ്റാണ് ഈ കെ.ടി. ജലീൽ ചെയ്തിരിക്കുന്നത്. ആ കുട്ടിക്ക് എന്നേക്കും ഒരു ഉണങ്ങാത്ത മുറിവായിട്ട് അത് ശേഷിക്കും. ഈ കുട്ടി ചിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ചെവിയിൽ പിടിച്ചപ്പോൾ കുട്ടിയും ചിരിക്കുകയായിരുന്നു ചെയ്തതെന്നൊക്കെ പറയും. പക്ഷേ ആ വേദിയിൽ വെച്ച് അവൻ ഏൽക്കേണ്ടി വന്ന ഒരു അപമാനം എന്ന തരത്തിലായിരിക്കും അവൻ ആ ദിവസം ഓർമ്മിക്കപ്പെടുക. എല്ലാ കാലത്തേക്കും അവന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിട്ട് അവൻ കണക്കാക്കിയിരുന്ന ആ ദിവസം, എല്ലാ വിഷയത്തിനും A+ നേടി അവൻ വിജയിച്ച ദിവസം, അവനെ അനുമോദിക്കാൻ ഒരു ചടങ്ങ് നടത്തിയ ദിവസം, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിതനാകേണ്ടി വന്നു എന്ന് തോന്നൽ അവനെ എങ്ങനെ ബാധിക്കുമെന്ന് ഈ കെ.ടി. ജലീലിന് പോലും ഒരുപക്ഷെ ഊഹിക്കാൻ കഴിയില്ല. അവനെ എങ്ങനെയായിരുന്നു ശകാരിക്കേണ്ടത്, എങ്ങനെയായിരുന്നു തിരുത്തേണ്ടത്, എങ്ങനെയായിരുന്നു ചെവിയിൽ നുള്ളേണ്ടത്? ആ വേദിയിൽ നിന്ന് പോകുന്ന സമയത്ത് ഇന്ന കുട്ടിയെ വിളിക്കൂ എന്ന് അധ്യാപകരോടോ മറ്റാളുകളോടോ പറഞ്ഞ് ആ കുട്ടിയെ അടുത്ത് വിളിച്ച് ചേർത്ത്
സ്ഥലത്ത് നിർത്തി രഹസ്യമായിട്ട് പറയണമായിരുന്നു, മോനെ ഇതിങ്ങനെയല്ല, ഇങ്ങനെ എഴുതണം, നീ എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടിയല്ലേ, അപ്പോൾ ഇനി ഭാവിയിൽ ഇങ്ങനെ ഒരു അബദ്ധം വരാതിരിക്കണം, നീ അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചതല്ല എന്നറിയാം, കാരണം ഇത്രയും മിടുക്കനായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ നീ, അറിയാതെ വരുത്തിയ തെറ്റായിരിക്കും, അത് ആൺകുട്ടിയോടായിരുന്നെങ്കിലും പെൺകുട്ടിയോടായിരുന്നെങ്കിലും അടുത്തു വിളിച്ച് സ്വകാര്യമായിട്ട് തിരുത്തി ശകാരിക്കുകയായിരുന്നു വേണ്ടത്. ഇങ്ങനെ പബ്ലിക്കായിട്ട് നിർത്തി അപമാനിക്കുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അപ്പൊ തെറ്റ് തിരുത്തലല്ല, ഒരു പ്രഹസനം, അല്പത്തരമാണ്, ഒരു ഷോ ആയിരുന്നു KT ജലീൽ അവിടെ നടത്തിയത്, ഉദ്ദേശിച്ചത്. എനിക്കെന്തോ അറിയാം, ഞാനൊരു അധ്യാപകനാണ്, എന്നിലൊരു വലിയ ഗർജിക്കുന്ന അധ്യാപകൻ ഒളിഞ്ഞു കിടപ്പുണ്ട്, അപ്പോൾ ഞാനിങ്ങനെ ഒരു ഷോ കാണിച്ചാൽ എന്തോ എല്ലാവരും എനിക്ക് വേണ്ടി കൈയടിക്കും, ഒരു ഹീറോയിസമാണ് എന്നൊക്കെയാണോ അദ്ദേഹം വിചാരിച്ചതെന്നറിയില്ല. അത് അത്രയും തെറ്റിദ്ധാരണയായിരുന്നു ജലീൽ സാറേ. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും ചില അധ്യാപകരുണ്ടായിരുന്നു കേട്ടോ, ക്രൂരമായിട്ടുള്ള ഒരു വിനോദം പോലെയായിരുന്നു അവർക്ക്. ഒട്ടും പഠിക്കാത്ത കുട്ടികളുണ്ടല്ലോ, അതായത് ഇപ്പം 50 മാർക്കിലാണെങ്കിൽ 2 മാർക്ക് 3 മാർക്കൊക്കെ വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെയൊക്കെ ഉത്തരക്കടലാസ് പരസ്യമായിട്ട് ക്ലാസ്സിൽ നിന്ന് വായിക്കും. അപ്പോൾ ഇവർ തലയും കുനിച്ച് ഈ കുട്ടികൾ ഒരു നിൽപ്പുണ്ട്, നമുക്ക് താങ്ങാനാവില്ല, ആ പ്രായത്തിൽ പോലും നമുക്ക് കണ്ടിട്ട് താങ്ങാനാവാത്ത ഒരു കാഴ്ചയായിരുന്നു അത്. പക്ഷേ അവരുടെ മുഖത്ത് നോക്കി നോക്കി ആ ഉത്തരക്കടലാസ് പരസ്യമായിട്ട് വായിക്കുമ്പോൾ ആ ടീച്ചർ എന്തോ ഒരു സന്തോഷമോ സംതൃപ്തിയോ കണ്ടെത്തുന്നത് പോലെയായിരുന്നു. എല്ലാ അധ്യാപകരുമല്ല കേട്ടോ, പക്ഷേ കുട്ടികൾക്ക് വേണ്ടി, പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പരീക്ഷ അടുക്കുന്ന സമയത്ത് ഉപവാസം ഇരിക്കുന്ന അധ്യാപകരും നമുക്കുണ്ടായിരുന്നു. അത്രത്തോളം അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അധ്യാപകരും ഉണ്ടായിരുന്നു. പഠിക്കാത്ത കുട്ടികളെ നാണം കെടുത്തുകയല്ല വേണ്ടത്, അവർക്ക് വേണ്ടി എക്സ്ട്രാ സമയം ടീച്ചർമാർ ചെലവഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ കൂടി കൂടെ കൂട്ടിക്കൊണ്ട് അവർക്കൊരു കൈത്താങ്ങാകാൻ ശ്രമിക്കുന്ന അധ്യാപകരെയായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള അധ്യാപകരെ മാത്രമേ നമ്മൾ എന്നും അംഗീകരിച്ചിട്ടുള്ളൂ, അവരെയൊക്കെ നമ്മൾ ബഹുമാനിച്ചിട്ടുള്ളൂ, അവർക്ക് മാത്രമേ നമുക്ക് മര്യാദയും കൊടുക്കാൻ സാധിക്കൂ. ഇതൊക്കെ വെറും പട്ടി ഷോ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. എന്നിട്ട് അതിൻ്റെ പുറകെ ഒരു ന്യായീകരിക്കലും ഫേസ്ബുക്കിൽ പോസ്റ്റുമായിട്ട് എത്തിയിരിക്കുകയാണ്. കുട്ടികൾ തെറ്റ് കാണിക്കുന്നത് കണ്ടാൽ എല്ലാ കാലത്തും ഞാൻ ശാസിച്ചിട്ടുണ്ട്, ആവശ്യമില്ലാത്തവരെ വേദനിപ്പിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു കാര്യമുണ്ട് കേട്ടോ, കായികമായിട്ട് ആക്രമിച്ചു എന്നൊക്കെ ചെവിയിൽ നുള്ളിയതിനെ പറയുന്നതൊക്കെ ഇത്തിരി കൂടിപ്പോയി. അതൊന്നും പറയേണ്ട കാര്യമില്ല. അധ്യാപകരൊക്കെ പണ്ട് തൊട്ടേ ചെവിക്ക് പിടിച്ച് ഒരു ചെറിയ നുള്ളൊക്കെ തരും, ചെവി പിടിച്ച് പൊന്നാക്കും കേട്ടോടാ എന്നൊക്കെ ടീച്ചർമാർ പറയുന്ന ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷെ അതിനെ ഒന്നും കൂടുതൽ അങ്ങനെ വലുതാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കൊച്ചിനെ നാണം കെടുത്തിയത് അങ്ങേയറ്റത്തെ തെറ്റ് തന്നെയാണ്. സ്കൂളിലെ അധ്യാപകരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില മാതാപിതാക്കളും ഇങ്ങനെയാണ് കേട്ടോ, വീട്ടിലെ ഏതെങ്കിലും കുടുംബത്തിലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടിക്ക് പരീക്ഷയിൽ അല്പം മാർക്ക് കുറവാണ് വാങ്ങിച്ചതെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ അല്പം പിന്നോട്ടാണെങ്കിൽ മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യും, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാർക്കൊക്കെ പറഞ്ഞ് അവനെ അല്ലെങ്കിൽ അവളെയൊക്കെ വേദനിപ്പിക്കുന്ന, അപമാനിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഒരു രംഗം കണ്ടിട്ടുണ്ട്. സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ അവരൊരു രസം പോലെയാണ് പറയുന്നത്, നിന്റെ മോൾക്ക് എത്ര മാർക്കാ? 50ൽ 49. അപ്പോൾ എനിക്ക് ഉണ്ട് ഒരെണ്ണം 50 വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് 26 മാർക്കല്ല 24 മാർക്കാണ്, കണ്ടോ, കണ്ട് പഠിക്ക് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് ചിന്തിക്കാൻ പോലും മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല. കുട്ടികൾക്ക് അത് എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് എന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല? ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തകർന്നു, അല്ലെങ്കിൽ എൻ്റെ അഭിമാനം മുഴുവൻ നശിച്ചു, ഞാൻ എന്തിനി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ഫാസ്റ്റ് ജനറേഷൻ്റെ കാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ മാതാപിതാക്കളായിട്ടും മുതിർന്നവരായിട്ടും ഇപ്പോൾ ജീവിക്കുന്നത്. ആ സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ആ ഉത്തരവാദിത്തം മറക്കുമ്പോൾ കുട്ടികളോട് ദ്രോഹമാണ് ചെയ്യുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഇന്നലെ ആ തിരുത്തിയ കുട്ടിക്ക് ഈ KT ജലീലിനോട് ഒരു ബഹുമാനം തോന്നുമോ? ഇല്ല. ഉള്ള ബഹുമാനം കൂടി കുറഞ്ഞു പോയിരിക്കും. അങ്ങേ അറ്റത്തെ ദേഷ്യമായിരിക്കും അവന് ഉണ്ടായിരിക്കുക. കാരണം ഒരു കാലത്തും മറക്കാനും പൊറുക്കാനും പറ്റാത്തൊരു തെറ്റാണ് KT ജലീൽ ചെയ്തത്. ഈ KT ജലീൽ പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്, കുട്ടികൾക്ക് പിശകുകൾ സംഭവിച്ചാൽ തമാശയിലും കാര്യത്തിലും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കലാണ് മുതിർന്നവരുടെ ചുമതല. മുതിർന്നവരുടെ ചുമതലയെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട് കേട്ടോ. എങ്ങനെ തിരുത്തി കൊടുക്കണം എന്നതിനെക്കുറിച്ച് യാതൊരു ബോധ്യവും പക്ഷേ മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഉണ്ടായില്ല. പ്രത്യേകിച്ച് അധ്യാപകരുടെ ചുമതലയാണ്. അദ്ദേഹം ഒരു അധ്യാപകൻ എന്ന രീതിയിലാണ്, എന്ന നിലയിലാണ് ഇത് തിരുത്തിയതെന്നാണ് അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ അവർ എത്ര വളർന്നാലും മയ, കുയി, പുയ, പുയു എന്നൊക്കെയാകും പറയുക. അപ്പൊ അത് ആരെയാണ്, എന്തിനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ അതിനിടയിൽ ഒരു തട്ടിയത് എന്ന് നമുക്ക് മനസ്സിലായി. അതിലേക്കൊന്നും ഏതായാലും കടക്കുന്നില്ല. പൊന്ന് മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഇപ്പൊ എല്ലാ വിഷയത്തിനും A+ നേടിയ ഒരു കുട്ടി അഡ്രസ് എഴുതിയപ്പോൾ അതിൽ തെറ്റ് വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തണമെങ്കിൽ, മലയാളത്തിൽ അക്ഷരത്തെറ്റ് വരുത്തണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം എന്താണ്, ഇവിടുത്തെ പഠന നിലവാരം എന്താണ് എന്നല്ലേ ആദ്യം ചിന്തിക്കേണ്ടത്. വാല്യുവേഷനൊക്കെ നടത്തിയത് നമ്മുടെ അധ്യാപകരാ. എല്ലാ വിഷയത്തിനും A+ എന്ന് പറയുമ്പോൾ നല്ല
മാർക്കാണ്, നല്ല ശതമാനത്തോടെയുള്ള മാർക്കാണ് ആ കുട്ടി നേടിയിരിക്കുന്നത്. അപ്പോൾ അത്രയും പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരു കുട്ടിക്ക് പോലും തെറ്റുകൾ സംഭവിക്കണമെങ്കിൽ, ആ കുട്ടികളും തെറ്റ് വരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെയാണ് ആദ്യം നമ്മൾ വിമർശിക്കേണ്ടത്. അതിലേക്കാണ് ആദ്യം തിരിഞ്ഞു നോക്കേണ്ടത്. നമ്മുടെ അധ്യാപകർ എങ്ങനെ പഠിപ്പിച്ചു എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. എനിക്ക് PSC ടെസ്റ്റ് എഴുതിയ ഒരു ടീച്ചറിന്റെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു PSCയുടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തത് ഈ ഒരു വിഷയം അവിടെ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, കുട്ടികളെ അളക്കുന്നതിന് മുൻപ് അവരെ പഠിപ്പിക്കുന്നത് ആരാണ് അവരെ അളക്കുക. എന്തൊക്കെ മൂല്യങ്ങൾ ഈ അധ്യാപകർക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഈ കുട്ടി അവിടെ വരുത്തിയ തെറ്റിനെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എങ്ങനെയാണ് പൊതുമധ്യത്തിൽ വെച്ച് തിരുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് പോലും ധാരണയില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് അവനെ ശകാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് വഴിയിലൂടെ ആവണം അവനെ തിരുത്തേണ്ടത്, എങ്ങനെയാണ് അവന് യഥാർത്ഥത്തിൽ കൈത്താങ്ങാകേണ്ടത്, കൃത്യമായിട്ട് കൈത്താങ്ങാകേണ്ടത് എന്നതിനെക്കുറിച്ച് പോലും ധാരണയില്ലാത്ത അധ്യാപക വൃന്ദമാണ് നമുക്കുള്ളത്. ഈ അധ്യാപകരാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവരെ അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് കഴിയാവുന്നത്ര അവർ നേടിയെടുക്കുന്നു, അതിൽ തെറ്റുകൾ സംഭവിക്കുന്നു. അത് സ്വാഭാവികം കൂടിയാണ്, അല്ലേ? പെട്ടെന്ന് ഒരു പക്ഷേ എന്തെങ്കിലും എഴുതുമ്പോൾ അറിയാവുന്ന കുട്ടികൾക്കാണെങ്കിലും അക്ഷരത്തെറ്റ് സംഭവിച്ചേക്കാം. അങ്ങനെ ഒരു കാലത്തും അക്ഷരത്തെറ്റോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഒന്നും വരുത്താത്ത ഒരു കുട്ടിയാണ് അബദ്ധത്തിൽ അങ്ങനെ വരുത്തിയത്, ഇയാളുടെ വായിലിരിക്കുന്ന ഇത്രയും കേട്ടതെങ്കിൽ എന്തുമാത്രം വിഷമമാവും ആ കുട്ടിക്ക്. അല്ലെങ്കിൽ തന്നെ അത് ശരിയല്ല, അങ്ങേയറ്റം അപലപനീയമാണ്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനും ഒക്കെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. KT ജലീൽ സ്വന്തം ഷോയെ കുറിച്ച് ഒരു പ്രാവശ്യം കൂടി ചിന്തിക്കണം. ഞാനൊരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ കടമ ചെയ്തു എന്നൊക്കെ അങ്ങ് വാചകം അടിക്കുന്നതിന് പകരം എത്ര വലിയ തെറ്റാണ് താൻ ചെയ്തത് എന്നതിൻ്റെ ഒരു ബോധ്യമെങ്കിലും നിങ്ങൾക്കുണ്ടാകണം.